കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ച പുനലൂർ നെല്ലിപ്പള്ളിയിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യത. ഏത് സമയവും വീഴാവുന്ന നിലയിലാണ് ഇവിടുത്തെ മൺതിട്ട നിൽക്കുന്നത്. നെല്ലിപ്പള്ളിയിൽ നേരത്തെയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. നെല്ലിപ്പള്ളിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കോൺക്രീറ്റ് മതിലും സർവീസ് സ്റ്റേഷൻ കെട്ടിടവും ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കാനിടയായ സ്ഥലത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. 25 മീറ്ററോളം നീളത്തിൽ മതിലിടിഞ്ഞ സ്ഥലത്ത് ഏത് സമയത്തും വീഴാവുന്ന നിലയിലാണ് മൺതിട്ട. സ്വകാര്യ ഭൂമിയുടെ കോൺക്രീറ്റ് മതിലാണ് ആദ്യം ഇടിഞ്ഞു വീണത്. ഇത് സർവീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഭൂമിയുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച മതിലിന് വേണ്ടത്ര ഉറപ്പില്ലായിരുന്നെന്നും ലാറ്ററൽ സപ്പോർട്ട് നൽകാതെയാണ് ഇവിടെ മണ്ണെടുത്തതെന്നും കളക്ടർക്ക് സമർപ്പിക്കാനായി റവന്യൂ അധികൃതർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. കുന്നിൻ ചെരുവിലുള്ള ഭൂമിയിൽ 4 വർഷം മുമ്പ് ആകൃതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് മതിലാണിത്. മഴ പെയ്താൽ മുകൾ ഭാഗത്തു നിന്ന് മതിലിന്റെ ഭാഗത്തുകൂടി താഴേക്ക് വെള്ളം ഒഴുകിയിരുന്നതായും പറയുന്നു. ഇവിടമാണ് തകർന്നു വീണത്. മതിൽ പുനർനിർമ്മിച്ച് ബലപ്പെടുത്തിയില്ലെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റവന്യൂ അധികൃതർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുരയിടത്തിന് മുകൾ ഭാഗത്തായി വേറെയും വീടുകളുണ്ട്. നെല്ലിപ്പള്ളിയിൽ നേരത്തെയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായതിന് നേരെ എതിർഭാഗത്തായി കല്ലടയാറിനോട് ചേർന്ന് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ നിർമ്മാണത്തിലിരുന്ന കൂറ്റൻ ഗാർബിയൻ ഭിത്തി ആറ്റിലേക്ക് പതിച്ചിരുന്നു. കനത്ത മഴയെ തുടർന്ന് 2022 ജൂലൈയിലായിരുന്നു ഇത്. കോടികൾ മുടക്കിയാണ് പിന്നീട് ഭിത്തി പുനർനിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.